പ്രിയമുള്ളവരെ, വചനജ്വാല 999 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 26 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ സുദിനത്തിൽ മെയ് മാസ വണക്കം 26 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഫിലിപ്പ് നേരിയെ അനുസ്മരിക്കുന്നു. എളിമയ്ക്കും സന്തുഷ്ടിക്കും പ്രസിദ്ധമായ റോമായുടെ അപ്പസ്തോലനുമായ ഫിലിപ്പ് നേരി 1515 ഫ്ലോറൻസിൽ ജനിച്ചു. ചെറുപ്പം മുതൽ തന്നെ അനുസരണത്തിൽ വളർന്നു. വ്യാകരണവും സാഹിത്യ പഠനവും കഴിഞ്ഞ് 18-ാം വയസ്സിൽ ചിറ്റപ്പന്റെ അടുക്കലേക്ക് അയച്ചു. ചിറ്റപ്പന്റെ അവകാശിയായി സസുഖം ജീവിക്കാമായിരുന്നിട്ടും പൗരോഹിത്യത്തെ ഉന്നം വെച്ച് റോമിലെ ഒരു പ്രഭുവിന്റെ വീട്ടിൽ താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും അതോടൊപ്പം ഉപരിപഠനം നടത്തുകയും ചെയ്തു. പ്രാർത്ഥനയും ഉപവാസവും ഇന്ദ്രിയ നിഗ്രഹണവും വഴി തന്റെ കന്യകാത്വം അഭംഗമായി പാലിച്ചു. ദൈവാലയ സന്ദർശനവും ആശുപത്രി സന്ദർശനവുമാണ് വ്യായാമം. 1550 ജൂബിലി വർഷത്തിൽ ഫിലിപ്പ് ആരംഭിച്ച ആശുപത്രി ഇന്നും റോമയിലുണ്ട്. ഫിലിപ്പും രോഗികളെ ശുശ്രൂഷിക്കുകയും തീർത്ഥകരുടെ പാദങ്ങൾ കഴുകുകയും ചെയ്തിരുന്നു. അൽമായനായി പ്രവർത്തിക്കാനാണ് തന്റെ ആഗ്രഹമായിരുന്നു എങ്കിലും 36-ാം വയസ്സിൽ ആത്മീയ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വൈദികനായി അദ്ദേഹത്തോടൊപ്പം താമസിക്കുകയാണ് ചെയ്തത്. അതാണ് ഓററ്റേറിയൻ സഭയുടെ സ്ഥാപന ചരിത്രം. ദിവ്യബലിയിൽ പലപ്പോഴും അദ്ദേഹം കരഞ്ഞിരുന്നു. മരണം വരെ ഫിലിപ്പ് തന്നെയാണ് ഓററ്ററിയുടെ ജനറൽ. പുണ്യവാനാണെന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ തെരുവീതിയിൽ ബിയർ കുടിച്ച് താൻ പാപിയാണെന്ന് ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ദൈവമാതാവ് ഫിലിപ്പിന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 80-ാം വയസ്സിൽ മുൻകൂട്ടി അറിയിച്ചിരുന്നത് പ്രകാരം അദ്ദേഹം ദിവംഗതനായി. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് തോബിത്തിന്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് നാം ശ്രവിക്കുക. തോബിത്തിന്റെ കീർത്തനം. തോബിത്ത് ആഹ്ലാദം തുളുമ്പുന്ന ഈ പ്രാർത്ഥന രചിച്ചു. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, അവിടുത്തെ രാജ്യം അനുഗ്രഹീതം. അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. ഇസ്രായേൽ മക്കളെ ജനതകളുടെ മുൻപിൽ അവിടുത്തെ ഏറ്റുപറയുവിൻ. അവിടുന്നാണ് നമ്മെ അവരുടെ ഇടയിൽ ചിതറിച്ചത്. അവരുടെ ഇടയിൽ അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യുവിൻ. സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്, എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്ന് തന്നെ. നമ്മുടെ തിന്മകൾക്ക് അവിടുന്ന് നമ്മെ ശിക്ഷിക്കും. എന്നാൽ അവിടുന്ന് വീണ്ടും
കരുണ ചൊരിയും. കർത്താവ് നിങ്ങളുടെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു. അവിടുന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടുകൂടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും. നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ. ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുവിൻ. നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ. പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു. പാപികളെ പിന്തിരിയുവിൻ. അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ. അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു? ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്.